കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ടീം എന്നുള്ളത് ഒരു സർക്കസ് കൂടാരത്തിലാണ്. 105 വർഷം പഴക്കമുള്ള ഗ്രേറ്റ് ബോംബെ സർക്കസിൻ്റെ കൂടാരത്തിൽ നട്ടുച്ച 12 മണി സമയമാണ്. എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ താഴെ ഈ ടെൻറ്റിനുള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ തന്നെ വേർത്ത് കുളിച്ചിട്ടാണ്. അപ്പോൾ ഈ സർക്കസിൻ്റെ പുതിയ കാലം, ഒരു കാലത്ത് നമ്മുടെ വിനോദം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി നമ്മൾ ആഹ്ലാദിച്ചിരുന്ന വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സർക്കസുകളായിരുന്നു. ഗ്രാമങ്ങളിൽ പോലും കൊച്ചു കൊച്ചു സർക്കസ് കൂടാരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പഴയ കാലത്ത് നമ്മുടെ വിനോദം എന്ന് പറയുന്നത് സർക്കസ് തന്നെയായിരുന്നു. സിനിമയൊക്കെ അങ്ങ് നഗരത്തിൽ പോയി നമ്മൾ കാണലായിരുന്നു. ഗ്രാമങ്ങളിൽ സർക്കസ് വന്നിരുന്നു. പിന്നെ അത് വലിയ ഒരു ഫ്രെയിമിലേക്ക് സർക്കസ് മാറി. നമ്മൾ വന്യജീവികളെയൊക്കെ കാണുക സർക്കസിൽ പോയാലാണ്. കാരണം നമുക്കിതിനൊന്നും കാണാനുള്ള സൗകര്യം പണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് വന്യജീവികളൊക്കെ കാടിറങ്ങി നമ്മളെ തേടി വരാൻ തുടങ്ങി. അന്ന് നമ്മൾ വന്യജീവികളൊക്കെ കണ്ടിരുന്നത് സർക്കസ് കൂടാരങ്ങളിലായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സർക്കസ് താരങ്ങൾ അവരുടെ മെയ്വഴക്കം കൊണ്ട് നമ്മളെ ആഹ്ലാദിപ്പിച്ചിരുന്നു, നമ്മളത് ആസ്വദിച്ചിരുന്നു. ഇന്നത്തെ സർക്കസിൻ്റെ ഇന്ന് വന്യമൃഗങ്ങളെല്ലാം സർക്കസിൽ നിന്ന് വിട പറഞ്ഞു. ഇന്നത്തെ സർക്കസിൻ്റെ കോലം എന്താണ്, അതിൻ്റെ പോക്ക് എങ്ങനെയാണ്, അതിൻ്റെ കലാകാരന്മാർ ഏതൊക്കെ മേഖലകളിൽ നിന്ന് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നേർരേഖ ചർച്ച ചെയ്യുന്നത്. ഏതാണ്ട് 105 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സർക്കസ് കൂടാരത്തിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ കലാകാരന്മാരെ നമ്മൾ അറിയണം. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി ആ സർക്കസിനൊപ്പം സഞ്ചരിക്കുന്ന അതിൻ്റെ സാരഥികൾ നമ്മളോടൊപ്പമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നത് ഒന്ന് സർക്കസിനെ കുറിച്ച് 3 പുസ്തകങ്ങൾ എഴുതിയ സർക്കസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കീലേരിയാണ്. പിന്നെ ഓടിയെത്തുക ജെമിനി ശങ്കരേട്ടനാണ്. ജെമിനി ശങ്കരൻ എന്ന സർക്കസ് കുലപതിയുടെ ആത്മകഥ എഴുതിയ, സർക്കസിനെ കുറിച്ച് 3 പുസ്തകങ്ങൾ എഴുതിയ സർക്കസിൻ്റെ ഒരു മീഡിയ കോർഡിനേറ്ററായ ശ്രീഹരി നായർ നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പം 3 കലാകാരന്മാർ, ഒന്ന് ബേബിയാണ്, ഒന്ന് ലിസയാണ്, ഒന്ന് തുളസിദാസ് ചൗധരി. ഇവർ 3 പേരും കലാകാരന്മാരും കലാകാരികളുമാണ്. ഇവരുമായി നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. അതിന് ചെറിയൊരു പ്രശ്നമുള്ളത്, ഇവർ 2 പേർ ഹിന്ദി മാത്രം സംസാരിക്കുന്നതാണ്. ഒരു ബീഹാറിൽ നിന്ന് വന്ന ആളുണ്ട്, പിന്നെ ഒരാൾ ബംഗാൾ, ബീഹാർ. യു ആർ ഫ്രം നേപ്പാളിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ വന്ന കലാകാരന്മാരുണ്ട്. അവരോട് ഞാൻ പാതി മുറിഞ്ഞ ഹിന്ദിയിൽ സംസാരിക്കാം, ബാക്കി ശ്രീഹരി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതിനകത്ത് ഈ ബേബി നമ്മളെ നാട്ടുകാരിയാണ്, തലശ്ശേരിക്കാരിയാണ്. അപ്പോൾ നിങ്ങൾ 4 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ശ്രീഹരിയിൽ നിന്ന് തുടങ്ങാം. ശ്രീഹരി, എത്ര കാലമായി ഈ സർക്കസിനോടൊപ്പം താങ്കൾ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ആക്ച്വലി ഇവരെ അഡ്വർടൈസിങ് ചെയ്യാൻ തുടങ്ങുന്നത് 1997 കണ്ണൂരിൽ വെച്ച് ജംബോ സർക്കസിന്റെ പബ്ലിസിറ്റി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഒരു 2003 മുതൽ തുടർച്ചയായി ഒരു 20 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് കേരളം ഒട്ടാകെ ജെമിനി സർക്കസ്, ജംബോ സർക്കസ്, ഗ്രേറ്റ് റോയൽ സർക്കസ്, ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്ന് 4 സർക്കസ് കമ്പനീൻ്റെയും പബ്ലിസിറ്റി കേരളം ഒട്ടാകെ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഞാൻ ബോംബെയിലും ബാംഗ്ലൂരിലും മംഗലാപുരത്തും ഇവരെ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. സർക്കസിന്റെ മൊത്തം ഓൾ ആൻഡ് ഓൾ ആ കാലത്ത് പരസ്യത്തിൽ താങ്കളായിരുന്നു, പബ്ലിസിറ്റിയുടെ ഡെഫിനറ്റ്ലി PR വർക്ക്. ഓ യെസ്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ ഫസ്റ്റ് ക്യാമ്പ് ബാംഗ്ലൂരിൽ ഞാൻ ചെയ്തത് 2011 പിന്നെ അതിന്റെ പിറ്റേത്തെ കൊല്ലം ജെമിനി സർക്കസ് കളിക്കുമ്പോൾ ഞാൻ അവിടെ ചെയ്തു. പിന്നെ ബോംബെയിൽ ഗ്രേറ്റ് റോയൽ സർക്കസ് കളിക്കുമ്പോൾ ഞാൻ ചെയ്തിരുന്നു. പിന്നെ മംഗലാപുരത്തും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇംഗ്ലീഷിന്റെ ആവശ്യമാണ് കൂടുതൽ ഉണ്ടാവുക, ഇവിടെ ഓഫ് കോഴ്സ് മലയാളം. ഞാൻ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും സർക്കസ് കളിക്കുമ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 100-200 പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. നടത്തി കഴിഞ്ഞു സർക്കസുമായിട്ട് ബന്ധപ്പെട്ട്. 30 വർഷം മുമ്പ് താങ്കൾ കണ്ട സർക്കസ് എന്തായിരുന്നു? ആ സർക്കസിന്റെ ഓർമ്മ? 97 ഞാൻ കണ്ട സർക്കസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്, അന്ന് നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കരിമ്പുലി ആയിരുന്നു. കരിമ്പുലി നടന്നു വരുന്നു ആ ഒരു റോപ്പിന്റെ മേലോട്ട് എന്നുള്ള ആ ഒരു പോസ്റ്റർ അടക്കം അതായിരുന്നു ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ആ കാലത്ത് വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം സർക്കസ് കാണുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ മനസ്സിലും ലയൺ, ടൈഗർ, മറ്റ് പല തരത്തിലെ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് ജംബോ സർക്കസിന്റെ ഫുൾ സെറ്റപ്പിലായിരുന്നു. ഒരുപാട് ആനകൾ. എനിക്ക് തന്നെ ഈ ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ ഓർമ്മയിൽ ഇവിടെ ഒരു 35 ആന ഉണ്ടായിരുന്നു. അപ്പം സർക്കസ്
അപ്പം ആ കാലത്ത് സർക്കസ് എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു സൂ പുറമെ അക്രോബാറ്റിക്സും. അപ്പൊ അന്നത്തെ ഒരു USP എന്ന് പറഞ്ഞാൽ യുണീക് സെല്ലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു ഏറ്റവും ആകർഷണമുള്ള ഇനം എന്ന് പറയുന്നത് തന്നെ വന്യമൃഗങ്ങളായിരുന്നു. കരിമ്പുലിയുടെ വരവായിരുന്നു അന്നത്തെ ഒരു മേജർ സാധനം. റോപ്പിലൂടെ കരിമ്പുലി ഇങ്ങനെ നടന്നു വരും അല്ലേ, വലിയ സംഭവം. ഓഫ് കോഴ്സ് ലയണും ടൈഗറും ഒക്കെ കാണുമെന്ന് പറഞ്ഞാൽ നമ്മള് സർക്കസിൽ കാണും. ഞാൻ കാണൂല. ഞാൻ ഈ കാര്യം സൂല് പോകേണ്ടി വരും അല്ലേ, സൂല് പോകേണ്ടി വരും. അതൊക്കെ തിരുവനന്തപുരത്തും തൃശ്ശൂരും പോകണം. കാരണം എനിക്ക് ഇതില് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, സുനിൽ ദത്ത് ഡൽഹിയിൽ വെച്ച് സർക്കസിന്റെ 125ാം വാർഷിക ആഘോഷത്തിൽ സുനിൽ ദത്ത് പറഞ്ഞു, മെനെ പേപ്പർ മേ സുന, ഞാൻ പേപ്പറിൽ വായിച്ചു, ഒരു നരി വന്നിട്ട് ഒരാളെ കൊന്നു. പക്ഷെ അതിന്റെ നിറം അതെങ്ങനെയാ കാണാനുള്ളത്, അതെങ്ങനെയാ കാണുമ്പോൾ എങ്ങനെയാ ഉണ്ടാവുക എന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സർക്കസിലാണ് ഒരു നരിയെ കാണുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തില് സൂസും മ്യൂസിയംസും ഒന്നും ഇല്ലല്ലോ. ആ സമയത്തൊക്കെ സർക്കസിലാണ് ജനങ്ങള് ഒരു വന്യമൃഗത്തെ കാണുക. യെസ്, അതായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. നമുക്കൊന്ന് കാര്യം ചെയ്യാം. തുളസിദാസ് ചൗധരി, ഹിന്ദി മാലൂം നഹി ആപ് കിധർ സെ ആതാ ഹേ, കറക്റ്റ് ആണോ? करेक्ट एब्सोल्युटली राइट। आप किधर है? मेरा नाम तुलसीदास चौधरी है। मैं बिहार का रहने वाला हूँ, छपरा जिला। छपरा जिला बिहार। बिहार। कितना साल सर्कस में? सर्कस में मुझे कम से कम 66 हो गया। 66। आपका उम्र नल्ले वैसे उम्र आपका उम्र कितना है? 79 81 66 ईयर। आई एम वर्किंग हियर। केरल से, इंडिया से कितना आइटम आप करेगा, कितना आइटम करेगा? पहला ट्रिपीज करता था ना। पहले मैं पलटी वल्टी सब करते थे, जिम्नास्टिक सब करते थे हम। अभी उम्र के हिसाब से अभी हमसे कुछ नहीं सकता। आई नो कैन रिटायर्ड 66 years। कितना सर्कस में आप काम करते हैं? कितने साल से काम कर रहे हो आप? 66 years। അല്ല, എത്ര സർക്കസ് കൂടാരങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? എത്ര സർക്കസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ग्रेट बॉम्बे सर्कस में ही काम किया। 60 years। 66 ओनली वन एंड ओनली सर्कस, ग्रेट बॉम्बे सर्कस। स्कूल पढ़ाई किया मैं, 7 क्लास पास है। 7 क्लास मिडिल पास बोलो। हाँ, मिडिल क्लास। मैं सारी स्कूल छोड़ के इधर आया सर्कस में। 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി നേരെ സർക്കസിലേക്ക് വന്നു. ഇപ്പൊ 81 വയസ്സ്, 66 വർഷം ഒരേ സർക്കസിൽ കലാകാരനായിരിക്കുക. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഇന്നും ആ ജോലി ചെയ്യുക? അതൊരു രസകരമാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ നാട്ടുകാരിയാണ് ബേബി. ബേബി മലയാളം പറയൂലേ? സമാധാനം. ബേബി എവിടെയാ വീട്? തലശ്ശേരി കൃഷിഭവൻ വെങ്ങലച്ചാല്. കൃഷിഭവൻ വെങ്ങലച്ചാല്, പെരുന്താറ്റിൽ സ്വദേശിനിയാണ്. സർക്കസ് എത്ര വയസ്സിൽ സർക്കസ് കയറി? ഞാൻ ചെറിയ വയസ്സില് ഞാൻ വന്നതേനു. എന്താണ് ഫസ്റ്റ് ചെയ്തിരുന്ന ഐറ്റം? ഫസ്റ്റ് ചെയ്തത് കൊറേ അങ്ങനെ മേലത്തെ എല്ലാം ചെയ്തിരുന്നു, ബോൾനസ് ജിംനാസ്റ്റിക് എല്ലാം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് വെറും കമ്പിന്റെ മേലെ ലൂസ് വയർ കപ്സസർ ആണ്. അതും പഠിക്കാൻ അതാണ് ഇപ്പൊ. മാതാപിതാക്കൾ അച്ഛനും അമ്മയൊക്കെ? അച്ഛനില്ല, അമ്മയുണ്ട്, എന്റെ അനിയത്തിണ്ട്, അമ്മയുടെ പേരെന്താ? അമ്മേന്റെ പേര് കുഞ്ഞമ്മ. അച്ഛനില്ല. ഇല്ല. പിന്നെ അവരൊക്കെ എവിടെയാണോ? അവിടെ തന്നെയാ, സ്വന്തം വീടാണ്. ഒന്നുമില്ല, അമ്മ ചെറിയ പണിക്കെല്ലാം പോവും, ഇല്ലെങ്കിൽ പോവില്ല. അനുജത്തി അമ്മയുടെ കൂടെയാ? അല്ല, കല്യാണം കഴിഞ്ഞു, ഓള് ഭർത്താവിന്റെ വീട്ടിലാണ്. അപ്പൊ ബേബി കല്യാണം കഴിഞ്ഞോ? എന്റേതും ഒരു കുട്ടിയുണ്ട്, ഹോസ്റ്റലിൽ പഠിക്കുന്നതാണ്, തലശ്ശേരി തന്നെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് സർക്കസ് ആണ്, പക്ഷെങ്കിൽ ഓന്റെ ജാർഖണ്ഡാണ്. പക്ഷെങ്കിൽ ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ ഉള്ളിലാണ്, കമ്പനി വീട്ടിലാണ്. ഇവിടെ ഇല്ല, ഓന് വേറെ സ്ഥലത്താണ്, വീട്ടിലാണ് ഓന്റെ. ജാർഖണ്ഡില്? ജാർഖണ്ഡ്. എപ്പോഴാ വരിക? അത് അറിയില്ല, കുറച്ച് പണിയുണ്ട്, അതിനാണ് അവിടെ. എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? കല്യാണം കഴിച്ചിട്ട് ഒരു 10 വർഷമായി. പിന്നെ ചന്ദ്രാട്ടന സർക്കിളിൽ ചെറുതിലേ ഉണ്ടേനു. പിന്നെ അവിടെ തന്നെയാണ് കമ്പനി കുട്ടിയായിട്ട് കുറെ വർഷം, 20 വർഷം 25 വർഷം വരെ അവിടെ തന്നെയായിരുന്നു. അവിടെ തന്നെയാണ് ഞാൻ കുറച്ച് ഇത് കളിയെല്ലാം, ഈ കമ്പിന്റെ എല്ലാം അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. ഫസ്റ്റ് ഞാൻ ഇത് കുതിരന്റെ ഐറ്റം എല്ലാം ചെയ്യാനു. ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യലില്ല. കുതിരപ്പുറത്ത് കയറലും അങ്ങനെ ചെയ്യാറ്. ഫസ്റ്റ് വന്നപ്പോ, ചെറിയ കുട്ടിയായിട്ട് വന്നപ്പോ ആദ്യം ഫസ്റ്റ് ചെയ്തത് ജിംനാസ്റ്റിക്. അത് കുപ്പിന്റെ മേലെല്ലാം വെച്ചിട്ട് ചെയ്യൂലേ, അതെല്ലാം പരിശീലിപ്പിച്ചത് അത് കേരള ഉസ്താദ് തന്നെയാണ്. ചെറുതിൽ അത്ര ഓർമ്മയില്ല.
ഓർമ്മയുണ്ടോ? ഉസ്താദ് ആരാന്ന് അത് ഓർമ്മയില്ല പേര്. നിങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചത് ഉസ്താദന്മാരുണ്ട്? ആ ഉസ്താദന്മാരുണ്ട്. എത്ര ഉസ്താദന്മാരെ കീഴിൽ പഠിച്ചു? ഒന്ന് എന്റെ കേരള ഉസ്താദ് തന്നെയാ, ഇത് കമ്പിന്റെ പഠിച്ചത് അന്തട്ട. അത് ഇപ്പൊ ഇല്ല, അത് ഇപ്പൊ ഇല്ല. അവര് ഇതായി മരിച്ചുപോയി. അപ്പൊ അനന്തേട്ടനാണ് പേര് ഓർമ്മയുള്ള ഉസ്താദ്. വേറെ ഉസ്താദന്മാരുടെ പേര് ഓർമ്മയുണ്ടോ? വേറെ ഉസ്താദ് ജൂസഫ് ഉസ്താദി ഉണ്ട്. വേറെ അങ്ങനെ യൂസഫാണോ ജൂസഫാണോ? ജൂസഫ്. പിന്നെ ദിനേശ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുണ്ട്. ഇത്ര ഉസ്താദ്മാരാ. हिंदी मालूम मालूम आप किधर से आता है? അല്ല പ്രേക്ഷകരെ, എനിക്ക് ഹിന്ദി തീരെ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഹിന്ദി പറയുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ശ്രീഹരിയോട് നമുക്ക് ചോദിക്കാം അല്ലെ. കിധർ സെ ആതാ ഹെ? नेपाल. कितना ईयर सर्कस में? कितना साल हुआ? कितना साल? बहुत साल हो गया, मालूम ही नहीं कितना साल हुआ। किस उम्र में आए थे आप? थे तब जम्बू सर्कस आए, हमारा एक दांत हिलता था तब, मालूम नहीं। पापा के डेथ के बाद 3 में साल। अच्छा, हम लोग को माँ बाप सर्कस में थे? नहीं, नहीं। कोई एजेंट आए थे हमारे गांव में, तो हम लोगों को जो आपका गांव का नाम? हितोड़ा। हेतुड़ा चाइना क्वार्टर। चाइना? हेतुड़ा चाइना क्वार्टर। चाइना क्वार्टर. ചൈന കോട്ടർ. സ്ഥലം എവിടെയാ പറഞ്ഞത്? നേപ്പാൾ. नेपाल. चाइना क्वार्टर एक एरिया है। ഏരിയ ഹെ. जी। നമുക്ക് ശ്രീഹരി നായരോട് ചോദിച്ചാൽ, ശ്രീഹരി എന്താണ് താങ്കൾ ഈ ജെമിനി ശങ്കരേട്ടൻ്റെ ഒരു ആത്മകഥയൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? സർക്കസിന്റെ ഒരു കുലപതി എന്നൊക്കെ പറഞ്ഞാൽ ജെമിനി ശങ്കരേട്ടൻ തന്നെ അല്ലേ ശരിക്കും? അതിൽ സംശയമില്ല. കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വളരെ അടുത്തറിയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു 20 കൊല്ലം മുമ്പേ ആയിരുന്നു. ഞാൻ അതിനു മുമ്പ് ബോംബെയിലായിരുന്നു. പിന്നെ ഈ അദ്ദേഹം ജീവിച്ച അവസാന കാലഘട്ടം വരെ സർക്കസ് എന്നുള്ള ഒരു കാര്യം അവരെ രക്തത്തിൽ ഉള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം അത്രയും സർക്കസോട് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും സർക്കസിനോടുള്ള ഒരു കമ്പ് ഭയങ്കരമായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തെ ജീവിതത്തിൽ ആ 100 വർഷവും സർക്കസിൽ തന്നെ ചിന്താഗതിയും മനസ്സും ഒക്കെ അതിൽ തന്നെയായിരുന്നു. കാരണം എനിക്ക് അതാണ് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയത്. കാരണം ജീവിതത്തിൽ തന്നെ ഞാൻ അധിക സമയത്ത് നമ്മൾ ബോംബെയിലൊക്കെ ലീല ഹോട്ടലിൽ പോയി താമസിക്കുമ്പോഴൊക്കെ ഞാൻ ഇവരുടെ കൂടെ തന്നെയാണ് താമസിക്കാറ്. അപ്പൊ ഞാൻ കണ്ട ഒരു പ്രധാന ചിട്ട എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്നെ വേറെ തന്നെ ഒരു ചിട്ട ഉണ്ടായിരുന്നു അവർക്ക്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുക. പിന്നെ പൊതുവെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ അവർക്ക് ജീവിതത്തിൽ ആ കാര്യങ്ങളിൽ ഒരു ചിട്ട വളരെ കടുപ്പമായിരുന്നു. എന്ന് വെച്ചാൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഒരു ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ആരോഗ്യവും വളരെ നന്നായിട്ട് ഈ 99 വയസ്സ് വരെ വളരെ ഷാർപ്പായിട്ട് അവർ ജീവിച്ചത്. എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിൽ വളരെ സൂക്ഷ്മ ഓർമ്മശക്തി ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ ഒരു 40 വയസ്സ് 50 വയസ്സാകുമ്പോൾ തന്നെ ഓരോരുത്തർ ഞാൻ മറന്നുപോയി, അതെനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാണ്ട് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഓർമ്മശക്തിയും വളരെ ഡിറ്റർമിൻഡ് മൈൻഡ് സെറ്റ്. എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്. എന്ന് വെച്ചാൽ എന്നോട് ഒരു ഉപദേശം എന്നുള്ള നിലയിൽ ഒരു പ്രാവശ്യം പറഞ്ഞു, ഹരി അമ്മക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. അത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു വേദോപദേശമാണ്. ഈ സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും നമുക്ക് പറ്റിപ്പോകുന്നതെന്നാ ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ തളർന്നു പോകുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് വളരെ ധൈര്യമായിട്ട് ഏതൊരു പ്രതിസന്ധിയും നിങ്ങൾ നേരിടണം എന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു അവരത്. ആ കാര്യം തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. കാരണം തുടങ്ങിയത് തന്നെ ഒരു കലാകാരനായിട്ടാണ്. അതും സാധാരണ പെർഫോമൻസ് അല്ല, ട്രപ്പീസും പിന്നെ ഹൊറിസോണ്ടൽ ആക്രോബാറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കല ചെയ്തുകൊണ്ടാണ് ജെമിനി ശങ്കരേട്ടൻ ഈ രംഗത്തേക്ക് വന്നത്. ഓഫ്കോഴ്സ്, അതിലൊരു സംശയമില്ല. കാരണം ആ ഒരു കലാകാരനായിട്ട് ശങ്കരേട്ടൻ തുടങ്ങിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയ ആളാണല്ലോ നിങ്ങൾ. എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും? ഏകദേശം എന്നോട് ഒരു പ്രാവശ്യം കൂട്ടിയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ചെറുപ്പത്തിൽ എന്നെ കാണിച്ചു തന്നു. ഒരു പ്രാവശ്യം ഈ പുല്ലമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താന്ന് പോലും കീലേരി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നല്ലോ. അപ്പൊ കീലേരി കുഞ്ഞിക്കണ്ണൻ ആദ്യമായിട്ട്, എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സർക്കസിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ഞാൻ കാണുന്ന ഒരു തെറ്റായ ഒരു പ്രചരണം കേരളത്തിലാണ് സർക്കസ് ഉത്ഭവിച്ചത്. ശരിക്ക് സത്യം പറയാന്ന് വെച്ചാൽ അതിന്റെ സത്യാവസ്ഥ മഹാരാഷ്ട്രയിലാണ് സർക്കസ് ഉത്ഭവിച്ചത്. 1870. സർക്കസിന്റെ ഈറ്റില്ലം തലശ്ശേരിയാന്ന് പറയുന്നത് തെറ്റാണോ? തെറ്റെന്ന് വെച്ചാൽ സർക്കസിന്റെ
അക്കാഡമി സർക്കസ് പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തലശ്ശേരി തന്നെയാണ്. അത് കീലേരിയാണ്. കീലേരി കുഞ്ഞിക്കണ്ണാണ് തുടക്കം എവിടെ നിന്നാ ശരിക്കും? തുടക്കം നടന്നത് 1880 വിഷ്ണുപൻ ഛത്രി എന്ന് പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ്. സർക്കസ് പിതാവ്, ഇന്ത്യയുടെ സർക്കസ് പിതാവ് എന്ന് പറഞ്ഞാൽ വിഷ്ണുപൻ ഛത്രിയും കേരളത്തിന്റെ സർക്കസ് പിതാവ് എന്ന് പറഞ്ഞാൽ അത് കീലേരി കുഞ്ഞിക്കണ്ണൻ. അങ്ങനെയാണ് നമുക്കത് ക്ലിയർ ആക്കേണ്ടത്. കാരണം ഞാനിത് കണ്ടത് പല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരും കൂടി ഈ ബ്ലണ്ടർ ചെയ്തിട്ട് ഒരു പ്രാവശ്യം എനിക്ക് നേരിട്ട് ഈ സർക്കസ് അക്കാഡമി ഇവിടെ വന്ന സാഹചര്യത്തിൽ ആ പ്രോജക്ട് റിപ്പോർട്ട് കണ്ടു ഞാൻ ചോദിച്ചു ഇത് എവിടുന്ന എനിക്ക് തെറ്റായ ഇൻഫർമേഷൻ കിട്ടി. അത് നെറ്റുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾക്ക് അറിയാലോ, AI-യും ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് പല തെറ്റായ ഇൻഫർമേഷൻ പ്രചരിക്കപ്പെടും. യഥാർത്ഥത്തിൽ സർക്കസിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് കണ്ണൂരും തലശ്ശേരിയുമല്ല, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് തുടങ്ങിയത്. ഇന്ത്യയിൽ തുടങ്ങിയത് അവിടെയാണ്. കേരളത്തിന്റെ ഈറ്റിൽ എന്ന് പറഞ്ഞാൽ തലശ്ശേരി തന്നെ, അതിലൊരു സംശയം. ഓക്കെ, നമുക്ക് തുളസീദാസ് ചൗധരിയോട് ഒന്നുകൂടി ചോദിക്കണ്ടേ? എന്തായാലും ചോദിക്കണം. ചൗധരിന്റെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ചെറിയ വയസ്സിൽ ചെറിയൊരു 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ ഇദ്ദേഹത്തെ പല പരിപാടികളും പല സ്വീകരണങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കുടുംബക്കാരനായ രൈരോട്ടിന്റെ മോഹൻ, ഇദ്ദേഹത്തിന്റെ പരിപാടി ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിൽ, മലേഷ്യയിലുള്ള പ്രദീപൻ ഈ തുളസീനെ ഒരു സ്വീകരണം നൽകി. ഏത് ദിവസമാണെന്നറിയാം? വുമൻസ് ഡേന്റെ ദിവസം. എല്ലാ സ്ത്രീ കലാകാരന്മാരും പ്രസ് ക്ലബിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് അനുവദിച്ചു. ആ പ്രോഗ്രാം കണ്ടപാട് പ്രദീപനോട്, ഹരി എനിക്ക് ഇദ്ദേഹത്തിന് ഒരു 10,000 രൂപ പൊട്ടന അയച്ചു കൊടുക്കണം എന്ന്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നുവെച്ചാൽ ഈ ജീവിതത്തിന്റെ ഒരു സ്റ്റോറി വളരെ ടച്ചിങ് ആണ്. ചെറിയ വയസ്സിൽ എന്നുവെച്ചാൽ ഈ ചെറുതായി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു മാനസിക വിഷമം എന്ന് പറയുന്നത്, അവർ ചിന്തിച്ചു പോകുന്നത് നമ്മൾ അംഗവൈകല്യ ആൾക്കാരെ പോലെയാണ്. ആൾക്കാരെ നമ്മൾ ഇങ്ങനെ നോക്കും, ഇന്ന് എന്ത് ജോലിക്കാ പറ്റുക, നീ എന്തെന്നാ ചെയ്യുക എൻ്റെ ജീവിതത്തിൽ. ആ സംഘർഷങ്ങളോടുകൂടി ജീവിച്ചു വരുന്ന കാലത്ത് കുടുംബത്തിൽ സംഘർഷം, സമൂഹത്തിൽ സംഘർഷം, നാട്ടുകാരുടെ ഇടയിൽ ഒരു സംഘർഷമായ മാനസികാവസ്ഥ, വളരെയധികം ദുഃഖിച്ച നിമിഷത്തിൽ ഗ്രേറ്റ് ബോംബെ സർക്കസ് ചപ്രയിൽ കളിക്കുന്നു. ആ ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ ബോർഡ് കണ്ട് തുളസീദാസ് ഇങ്ങനെ ചിന്തിച്ചു. തുളസീദാസിന് അന്ന് 13 വയസ്സാണ് എന്നോട് അന്ന് പറഞ്ഞത്. ഈ 13ാം വയസ്സിൽ അദ്ദേഹം ഇത് കണ്ട് ഈ ഇതിന്റെ മേധാവിന്റെ അടുത്ത്, മുതലാളി ആയ നമ്മളെ KM സഞ്ജീവിന്റെ അച്ഛന്റെ അടുത്ത് പോയി സംസാരിച്ചു. അച്ഛൻ വളരെ 2 കൈയോടെ സ്വീകരിച്ച് ഇദ്ദേഹത്തെ സർക്കസിലേക്ക് കൂട്ടി. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തുളസീദാസിന്റെ വീട്, തുളസീദാസിന്റെ അച്ഛൻ, തുളസീദാസിന്റെ അമ്മ എന്ന് പറയുന്നത് ഗ്രേറ്റ് ബോംബെ സർക്കസിലെ മുതലാളിമാരും തന്നെ. കാരണം ആ കാലത്ത് തുളസീദാസിന് എന്തൊരു സാമ്പത്തിക വിഷമം, തുളസീദാസിന് എന്തൊരു ആരോഗ്യ പ്രശ്നം, അത് ചിലപ്പോൾ ലക്ഷങ്ങളെ ചെലവ് വന്നതാണെങ്കിൽ പോലും അത് സഞ്ജീവും ദിലീപേട്ടനും കൂടി, ബ്രദർ ദിലീപേട്ടൻ ഇപ്പോൾ ഇല്ല, 2-3 കൊല്ലം മരിച്ചുപോയി, ഇവരും കൂടി ഇവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കി എന്നോട് പറഞ്ഞു, മേരാ സ്വർഗ്, എൻ്റെ മൈ ഹെവൻ ഈസ് ഇൻ ഗ്രേറ്റ് ബോംബെ സർക്കസ്. എന്റെ സ്വർഗം എന്ന് പറയുന്നത് ഇന്ന് ജീവിതത്തിൽ എൻ്റെ ഈ ഭൂമിയിലുള്ള സ്വർഗം ഗ്രേറ്റ് ബോംബെ സർക്കസ് ആണ് എന്നൊരു വാക്കാന്ന് എന്നോട് തുളസീദാസ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ठीक बोल रहा हूं ना? तो ഇദ്ദേഹത്തിന് ലക്ഷങ്ങൾ ചെലവ് എന്നൊരു വയറ്റിലൊരു പ്രശ്നം ഉണ്ടായി, ഓപ്പറേഷനും ഉണ്ടായി. പൈസക്ക് ഇയാളെ വീട്ടിൽ നിന്ന് ഇയാളെ ബ്രദേഴ്സ് ആയാലും കുടുംബക്കാരായാലും സുഹൃത്തുക്കൾ ആർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സഞ്ജീവേട്ടനും ദിലീപേട്ടനും കൂടി ഒരുമിച്ച് ഇവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കി ലക്ഷങ്ങൾ ചെലവാക്കി ഇയാളെ ആരോഗ്യവാനാക്കി. ഇയാളെ അതുകൊണ്ട് പറയാം, എന്റെ വീട് ഗ്രേറ്റ് ബോംബെ സർക്കസ്, ഞാൻ വീട്ടിൽ പോകുന്നില്ല, അതുകൊണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പം 13ാം വയസ്സ് തുടങ്ങി ഞാൻ ഇദ്ദേഹത്തെ ഷഷ്ടിപൂർത്തി, സർക്കസിന്റെ ഉള്ളിലുള്ള ഷഷ്ടിപൂർത്തി ഒരു പ്രാവശ്യം ആഘോഷിച്ചിരുന്നു. ഇതിന് ശേഷം എന്നോട് ഇപ്പം പറയുന്നത്, ഞാൻ ട്രപ്പീസിന്റെ ഐറ്റംസിന് ഈ കൈ കൊണ്ട് കൂടി ശ്രമിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെറിയ കയ്യിൽ നമുക്ക് എങ്ങനെയാ പിടിക്കാൻ പറ്റും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഈ കൈ. അപ്പൊ അതാണ് മനസ്സിന്റെ ആ ധൈര്യം, മനസ്സിന്റെ ദൃഢനിശ്ചയം, വിശ്വാസം. ആ ഇതില് മാത്രമാണ് ഈ തുളസീദാസിനെ നമ്മൾ സമ്മതിക്കേണ്ടത്. കാരണം അന്ന് അക്രോബാറ്റിക് ഇനം വരെ ചെയ്തിട്ടുണ്ട് ഇയാള്. അത്രയും ചുറുചുറുക്കും ആത്മവിശ്വാസവും ഉത്സാഹമുള്ള ഒരു ആളായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ഇപ്പം വളരെ ലളിതമായിട്ട് നമ്മളോട് പറഞ്ഞു, ഞാനിപ്പോ ഒരു റിട്ടയർഡ് ലൈഫാണ്, എന്നാലും ഈ റിംഗിൽ വന്ന് എല്ലാവരും നോക്കി ചിരിച്ച് സന്തോഷിക്കുന്നു. ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്നു. കാരണം ഇന്ന് ഞാൻ ഇത് പറയുന്ന ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ,
ഇന്ന് പല സാമൂഹിക കാര്യങ്ങളുണ്ടാവും ഇന്ന് ലോകത്തിൽ. പക്ഷേങ്കിൽ സർക്കസ് എന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ ഒരു താൽക്കാലികമായ സ്വർഗമാണ്. ഇപ്പം കുതിരവട്ടം പപ്പു ആയാലും വേറെ ഏത് നടനായാലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, അത് കഴിഞ്ഞു. പക്ഷെ സർക്കസ് അവർ ജീവനാന്ത സ്വർഗമാണ്. ആ ജീവിതം മുഴുവനും അവർക്കുള്ള സ്വർഗം എന്ന് പറയുന്നത് സർക്കസാണ്. കാരണം അവിടെയാണ് അവർക്ക് അംഗീകാരം കിട്ടുന്നത്. ഞാൻ ഒരു സമയത്ത് ഇതേ സർക്കസിൽ ഞാൻ അഹമ്മദാബാദിൽ ആദ്യമായിട്ട് ഇവരെ ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് പോയ സമയത്ത് എനിക്ക് ആ കാഴ്ച കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നി. ചെറിയ ചെറുപ്പക്കാർ കുട്ടികൾ വന്നിട്ട് ഷെയ്ക്കാൻ കൊടുക്കുക, ഇവർക്ക് വലിയൊരു ബഹുമതി. അപ്പോൾ ഈ കുള്ളന്മാർ ഐറ്റംസിനെ കുറിച്ച് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. മാമൻ മാത്യൂസ് സാറും മനോരമയുടെ ചീഫ് എന്നോട് പറഞ്ഞു, ഹരി, നമ്മൾ സർക്കസിൽ റഷ്യൻ സർക്കസ് കലാകാരം ചെയ്യുന്ന പോലെ ഈ ഇന്ററാക്റ്റീവ് ആക്കണം, ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ അവരെയും കൂടി സ്റ്റേജിൽ വിളിപ്പിച്ച് ഇവര് അതുകൊണ്ട് ഈ ക്ലൗൺ സ്കിപ്പിംഗ് ആക്ട് ഈ ഗ്രേറ്റ് ബോംബെ സർക്കസ് നടത്താറുണ്ട്. ആ സ്കിപ്പിംഗ് ആക്ടില് കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കും, എന്നിട്ട് അവരെ ചെറുങ്ങനൊരു പറ്റിക്കൽ ഒരു തമാശയാണ്. പക്ഷെ അത് കുട്ടികൾക്ക് വലിയൊരു ഉത്സാഹമാണ്. കാരണം അവർക്ക് ഈ കുട്ടികളെ ക്ലൗൺസിനെ വന്ന് കണ്ട് സംസാരിച്ച് അവർക്ക് കൈ കൊടുക്കാൻ പറ്റുന്നു. അപ്പം പൊതുവെ സമൂഹത്തിലുള്ള ഒരു പുച്ഛമായിട്ടുള്ള നോട്ടം അല്ലെ ഒരു അംഗവൈകല്യമുള്ള ഒരാളെ നോക്കുന്നതിന് പകരം അവരെ ഒരു ബഹുമാനത്തോടെ. ബേബിയോട് കാര്യങ്ങൾ ചോദിക്കണ്ടേ? മലയാളികൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ബേബിയുടെ കഥ കൂടുതൽ അറിയണ്ടേ? ബേബി ജനിച്ചത് എവിടെയാ? ജനിച്ചത് ഞാന് കേരളത്തിൽ തന്നെയാ, തലശ്ശേരി. അന്നേരം ഞമ്മക്ക് കൊറേ കഷ്ടേനു, സ്വന്തം വീടൊന്നും ഇല്ലേനു. അച്ഛനും അമ്മേനെ കൊറേ അടിക്കേനു. അച്ഛന് കുടിച്ചിട്ട് ഇങ്ങനെ ആക്കും. ഇപ്പൊ അമ്മ അച്ഛന്റെ കൂടെ അല്ല, അച്ഛൻ വേറെ കല്യാണം കഴിച്ച അച്ഛന്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാനിപ്പോ 3 മക്കളാണ് എന്റെ മക്കള്. പിന്നെ 2 അനിയത്തി, ഞാന് എന്റെ അനിയത്തി, പിന്നെ ചെറുതാണ് ഏറ്റവും എന്റെ അനിയന്. അവളെന്താ ചെയ്യുന്നേ? ഓനൊന്നുമില്ല, വീട്ടിലൊരു പണിയുണ്ടെങ്കിൽ ആണാണ്. 2 പെണ്ണും ഒരാണും. ഈ അച്ഛൻ എന്തിനാ അമ്മേനെ ഇങ്ങനെ അടിക്കുന്നത്? അതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കുടിച്ചിട്ടെല്ലാം അടിക്കാനു അങ്ങനെ കൊറേ അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ സർക്കസിൽ. നമ്മൾ അന്നേരം കൊറേ കേരളത്തുകാര് കൊറേ സർക്കസിലുണ്ടല്ലോ, അതാണ് പിന്നെ എന്നെ കൊണ്ട് ചെറുതേനു. അത് ഒരു സർക്കസ് മുതലാളി തന്നെ വന്നതേനു. എങ്ങനെ നീ ഇങ്ങനെ നിന്റെ അച്ഛനും അമ്മയും സർക്കസ് കലാകാരന്മാർ? അത് അവര് അങ്ങനെ കൊറേ സ്ഥലത്തെല്ലാം പോകൂലേ, അങ്ങനെ ഫസ്റ്റ് ഞാൻ ഹിന്ദി സർക്കസിലായിരുന്നു. അല്ല, നിന്റെ വീട്ടിൽ നിന്നെ തേടി വരുന്നത് ആരാ? ഫസ്റ്റ് ഒരു പവി എന്ന് പറയുന്നുള്ളത് അവരേനും വന്നത്. അത് അവിടെയാന്ന് അത്ര ചെറുതിൽ എനിക്ക് അത്ര ഓർമ്മയില്ല. വീട്ടിൽ വന്നിട്ട് അന്നേരം നമ്മളെ വീട് സ്വന്തം അല്ലേനു. അങ്ങനെ വന്നിട്ട് പിന്നെ കൊണ്ടുപോയി. നമ്മള് വിചാരിച്ച ചെറിയ ഇങ്ങനെ കളിക്കുന്നയാട്ടായിരിക്കും കൊണ്ടുവന്ന്. അന്ന് കൊണ്ടുവന്നിട്ട് നോക്കുമ്പോ ഇങ്ങനെല്ലാം പഠിച്ച് ഒരു ആർട്ടിസ്റ്റായി. അങ്ങനെ കൊണ്ടുപോയി ആദ്യം ഇങ്ങനെ ഫസ്റ്റ് ബീഹാർ MP എന്നെല്ലാം പറയില്ലേ, അവിടെയെല്ലാം ഫസ്റ്റ് ചെറുതിലെല്ലാം പോയെ. അവര് കൊണ്ടുപോയി. എന്റെ അത് അന്നേരം എനിക്ക് അത്ര അറിയില്ല. സ്കൂളിൽ ഞാൻ പോയിട്ടേ ഇല്ല. ചെറുതിലേ ഞാൻ സർക്കസ് തന്നെയാ. അപ്പൊ അച്ഛനും അമ്മേന്റെ അടുക്ക വന്നു, അവര് വന്നു. അച്ഛനും അമ്മക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് കൊണ്ടുപോയതാണോ? പൈസ കൊടുത്തിന് ഞാൻ. അച്ഛനല്ല, അമ്മക്ക് കൊടുത്ത് അമ്മ പറഞ്ഞ എനക്ക് വേണ്ട, എന്റെ മോളെ എന്തിനാ. പിന്നെ അവര് പറഞ്ഞില്ല, ഞാനും പറഞ്ഞ ഞാൻ പോവും അങ്ങനെയെന്ന്. എന്റെ അമ്മക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല എന്ന്, ഇങ്ങനെ സർക്കസിൽ കൊണ്ടുപോകുന്നാണെന്ന് എന്റെ അമ്മേന്റെ അടുത്തും പറഞ്ഞിട്ടില്ല അവര്. എന്റെ അമ്മ എന്നെ എങ്ങനെന്ന് വെച്ചാല്, നിങ്ങളെ മോളെ ഞാന് നല്ല ചെറുതില് അവിടെ കഷ്ടമൊന്നും ഉണ്ടാവില്ല, തിന്നുന്നെല്ലാം കിട്ടൂ. അന്നേരം നമുക്ക് തിന്നാനെല്ലാം കൊറേ കഷ്ടേനു. എന്റെ അമ്മ വിചാരിച്ചാ എന്റെ മോളോട് നല്ലതായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ അമ്മ അവരെ കൂടെ അയച്ചു. അപ്പൊ നിങ്ങളെ അമ്മയും 3 മക്കളുള്ളൂ. അച്ഛനാണെങ്കിൽ അമ്മേനെ അടിച്ച് ഇപ്പൊ നമ്മളത് സ്വന്തം വീടാണ്. ഇവിടെ സ്വന്തം വീടാണ്. എന്റെ അമ്മയും എന്റെ അനിയനും ഉണ്ടാവും. അനിയത്തിക്ക് ഒരു കുട്ടിയുണ്ട്. എവിടെയാ കെട്ടിച്ചു വിട്ടത്? കേരളത്തിൽ. ഒരു പെൺകുട്ടി, 4 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ പവി എന്ന് പറഞ്ഞ ആള് വരുന്നു, നിന്റെ മോളെ ഞാൻ നോക്കിക്കോളാം അമ്മയോട്. എന്റെ അമ്മ വിചാരിച്ചാ എന്റെ മോളത് ഒരു ജീവിതമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ട്. പിന്നെ നമുക്കറിയില്ലല്ലോ ഇങ്ങനെ സർക്കസ് നമ്മള് ചെയ്യൂ. ഇങ്ങനെ വരുമ്പോ നമ്മള് വിചാരിച്ചാ കളിക്കുന്നതാണ്, ചെറുതിലാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കളിച്ചിട്ട് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റായി. ഫസ്റ്റ് എന്താ ചെയ്തെന്ന് ഓർമ്മ? ഫസ്റ്റ് അതന്നെ ജിംനാസ്റ്റിക്, വളഞ്ഞിട്ട് കാലെല്ലാം പിടിക്കുന്ന, പിന്നെ കുപ്പിന്റെ വെച്ചിട്ട് 4 ഇങ്ങനെ ഇത് ബിയറിന്റെ കുപ്പി ഉണ്ടാവില്ല, ബോത്തൽ ബാലൻസ്, അതിന്റെ മേലെ ഞാൻ ഐറ്റം ചെയ്തിന്. അതിന്റെ ഫസ്റ്റ് അല്ല അതന്നെ പഠിപ്പിച്ചത്. അത് ചെറുതില് അത് ഒരു ആന്റി ഉണ്ടേനു.
അത് കഴിഞ്ഞിട്ട് പേര് ഓർമ്മയില്ല. അവര് തന്നെയാണ് നമ്മളെ സർക്കസിൽ സർക്കസ് ഫസ്റ്റ്. മലയാളത്തിൽ ഈ തലശ്ശേരി പെരുന്താറ്റിൽ ജനിച്ച ഈ ബേബിയെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോ ഭാഷയിൽ എങ്ങനെ സംസാരിച്ചു? ഭാഷയിൽ ഹിന്ദി പഠിച്ചു? പഠിച്ച് നമ്മള് ചെറുതിലെല്ലാം നിന്നിട്ട് അങ്ങനെ ഹിന്ദിയെല്ലാം നമ്മളും പഠിച്ചു. അപ്പൊ ഈ ഫസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയപ്പോ സങ്കടം തോന്നിയില്ലേ അമ്മയുടെ അടുത്ത്? എന്റെ അമ്മ കൊറേ പിന്നെ എന്റെ അമ്മ വന്നിനു. വന്നപ്പോ എന്റെ അമ്മനെ പിന്നെ നമ്മള് കൊറേ പിന്നെ ഞനക്ക് ഇവിടെ സർക്കസത്തെ പണിയെല്ലാം അറിഞ്ഞ് പിന്നെ എന്റെ അമ്മേന്റെ അടുത്ത് പറഞ്ഞില്ല നിങ്ങളെ മോള് കൂടി ഇല്ലാന്ന്. പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്റെ അമ്മ പറഞ്ഞില്ല എന്റെ മോളെ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ആക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറുതില് ഞാൻ കുറച്ച് ഇതെല്ലാം ഉണ്ടേനു. ഞാൻ എന്താക്കി പുറത്തുനിന്ന് തുള്ളിയിട്ട് ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് ഓടിയിട്ട് പോയി. അന്നേരം എന്റെ അമ്മ പിന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ. സർക്കസില് ബേബി അവിടെ വെച്ചിട്ട് ബേബി ഇല്ലാന്ന് പറഞ്ഞവര്. അമ്മ കാണാൻ വന്നു. പേര് നാട്ടിലാ കാണാൻ വന്നത്? അത് ഹിന്ദി നാട്ടിൽ തന്നെയായിരുന്നു. ഹിന്ദി നാട്ടിൽ തന്നെ. എന്റെ അമ്മ ചോദിച്ചു അമ്മ അന്വേഷിച്ച് കണ്ടുപിടിച്ച അവിടെ അമ്മ ഭാഷ ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ട് വന്ന് എന്റെ അവിടെ അമ്മ അവിടെ വന്ന് അപ്പൊ കാണാൻ വന്നപ്പോ അവര് പറഞ്ഞു ഇവിടെ ഇല്ലാന്ന്. അങ്ങനെ അമ്മ വരുന്നത് കാണുന്നുണ്ട്. ഈ ടെന്റ് തുള്ളിച്ചാടി അമ്മയുടെ ഫസ്റ്റ് നമ്മളെ പൈസയെല്ലാം അങ്ങനെ തരൂലേനു. ഞമ്മക്ക് കൊറേ ഇനാമെല്ലാം കിട്ടൂല ചെറുതില്. ഇത് ഷോ കളിച്ചിട്ട് പോകുന്ന എന്റെ മൊത്തം മേത്തെല്ലാം പൈസ ആയിരിക്കും. അന്നേരം ആൾക്കാർ പബ്ലിക്കെല്ലാം ഇഷ്ടപ്പെട്ട് തരൂലേ. അങ്ങനെയും മുതലാളിമാരെല്ലാം കൊറേ പൈസ നമ്മളെ ചെറുതില് കൊറേ തിന്നിനു. അങ്ങനെയാണ്. പിന്നെ എന്റെ അമ്മ പറഞ്ഞു ഇല്ല ഇനി ഞാൻ വിടുന്നില്ല. പിന്നെ അങ്ങനെയാണ് അവിടുന്നാണ് ചന്ദ്രരത്ന സർക്കസില് എന്നെ ഒരു ആദ്യകാലത്തെ സർക്കസ് മുതലാളിമാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടേനു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലേനു. പക്ഷെ നമ്മള് ചെറുതേനു. പിന്നെയാണ് ചന്ദ്രരത്ന സർക്കസ് പോയിട്ടാണ് അവിടുന്നാണ് ഒരു ആർട്ടിസ്റ്റ് ശരിക്കും ആയത്. അവിടുന്നാണ് അവിടെ പിന്നെ ഒരു 25 വർഷം വരെ ഞാൻ അവിടെ കമ്പനി കുട്ടിയായിട്ട് പണിയെടുത്തിന്. പക്ഷെ തിന്നുന്ന എല്ലാം അവരെന്നെ നോക്കൂ എല്ലാം പിടിക്കൂ പൊന്ന് ഇത് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കി തന്നത്. എന്ന് വെച്ചാല് ചന്ദ്രരത്ന അങ്ങനെയാണ് പൈസ ചെലവാക്കാനേ തരൂല. ഇത് ഉണ്ടാക്ക് അത് ഉണ്ടാക്കെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ ലൂസ് വയർ കപ്സോസർ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ 3 വർഷം എനിക്ക് ഇത് പഠിക്കാൻ തന്നെ ആയി. ഈ നമ്പർ ലൂസ് വയർ കപ്സോസർ അല്ലല്ല കമ്പിന്റെ മേലെ നിന്നിട്ട് കപ്പ് ചാടുന്നത് ബാലൻസ് പിടിച്ചിട്ട് അങ്ങനെ അത് പഠിക്കാൻ തന്നെ 3 വർഷമായി. 3 വർഷം എടുത്തു ഞാൻ അത് പഠിക്കാൻ. അത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇപ്പം എത്ര ഐറ്റങ്ങൾ മൊത്തം ചെയ്യും? ഇപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഈ ലൂസ് വയർ കപ്സസർ മാത്രമേ പോകുന്നുള്ളൂ. മൊത്തം എത്ര ഐറ്റം പഠിച്ചിട്ടുണ്ട്? മറ്റേ സൈക്കിള് ചെയ്യൂ, പിന്നെ റിംഗ് ട്രിപ്പീസ് ഉള്ളത് അത് ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു നമ്പർ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. തിരിച്ചു വരാം. നമുക്ക് ലിസയോട് എന്തെല്ലാം ചോദിക്കണ്ടേ? ലിസയുടെ പേരൻസ് ഒക്കെ आपका पेरेंट्स माँ बाप दोनों नहीं है। आपका पेरेंट्स का नाम क्या है? मम्मी का नाम सानी। हाँ, पापा का चंद्रभान। आपका ब्रदर्स कितना है? ब्रदर्स और सिस्टर्स? 3 भाई है और 3 बहन। 6 टोटल 7 मेंबर्स। जी। അവരൊക്കെ എവിടെയുള്ളത്? सब लोग किधर है? अपने गांव में है, मैरिज करके सेटल हो गए। एक तुमका फैमिली के एक सर्कस आर्टिस्ट है? जी हम अकेले। हम ओनली वन नहीं। ओके, कितना सर्कस में आपका काम करता है? फर्स्ट सर्कस जंबो सर्कस, अजय बाबू, फिर ओलंपिक, नटराज सर्कस, स्टेज प्रोग्राम भी करके आए। कितना देश में आप जाता है सर्कस? हम शायद बाहर छोड़ के इंडिया पूरा घूम लिए हैं। इंडिया में पूरा? जी पूरा बिहार भी जाते हैं, पंजाब भी जाते हैं, दिल्ली भी जाते, तो हर देश जाते हैं। तो इस तरह से हम तो बचपन से सर्कस में है, तब से सब घूम ही रहे हम लोग पूरी दुनिया। आपका एक्सपीरियंस क्या है सर्कस में? सर्कस अच्छा है। खुश हो आप? सर्कस हम सर्कस में खुश भी है, अच्छा भी है, लेकिन हम लोग को क्या है सर्कस में जो भी है हम लोग का अंदर में, इसके बाद हमको बाहर कुछ सम्मान नहीं मिलते हैं ना। सर्कस के आर्टिस्ट को बाहर के पब्लिक കലാകാരന്മാർക്ക് പുറത്ത് അംഗീകാരം കിട്ടുന്നില്ല. गिरा के बात करते हैं। ഈ ടെന്റിനുള്ളിൽ മാത്രമേ അവർക്ക് ഒരു അംഗീകാരം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ലിസ പറയുന്നത്. आपके मैरिज है? हस्बैंड का नाम? असलम सिया। असलम सिया। क्या किधर? इधर गेट में काम। इधर से आपका बच्चा घर में है। घर में कितना बच्चा है? 3 बच्चे हैं। 3 बच्चा पढ़ता है? जी पढ़ाई कर रहे हैं। ശ്രീഹരി, ഈ നമ്മുടെ ഈ ഇപ്പം ലിസ പറഞ്ഞെടുത്ത് ഈ നമ്മുടെ തലശ്ശേരി ഈ സർക്കസ് അക്കാഡമിയുടെ ഒക്കെ അവസ്ഥ എന്താണ്? നിങ്ങൾ സർക്കസ് കലയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണല്ലോ, അതിന്റെ ജീവനുണ്ടോ അതിന്? സർക്കസ് അക്കാഡമി എന്ന് പറയുന്നത് വലിയൊരു നല്ലൊരു ആഗ്രഹത്തില്
ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഉം. കേരള ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്തു. ശരിക്കും ഒരു കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഞ്ജയ് ഗാന്ധി ഉള്ള സമയത്ത് കേന്ദ്ര തലത്തില് സർക്കസ് അക്കാഡമി തുടങ്ങേണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ അത് എന്തെല്ലോ കാരണത്താൽ അത് നടന്നിട്ടില്ല. ശരിക്കും ഡൽഹിയിൽ തന്നെ ഒരു അക്കാഡമി തുടങ്ങുന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം വളരെ ഒരു പാരഡോക്സിക്കൽ ആണ്. കാരണം ഈ സർക്കസിന്റെ ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ ഈ അക്കാഡമിന്റെ ചോദ്യം പറഞ്ഞുകൊണ്ട് എനിക്കത് പറയാൻ വളരെ കറക്റ്റ് ആയിട്ട് തോന്നി. എന്നോട് സവിത സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ കേരളത്തിൽ ആകെ ഒരേ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ ഉള്ളൂ ഇവിടെ, KR നാരായണൻ കോട്ടയത്തുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഗവൺമെന്റ് അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സവിത സിംഗ് എന്നോട് പറയാ, ഹരി ഒരു പാരഡോക്സ് തന്നെയല്ലേ ഇത്? ഞാൻ പറഞ്ഞു എന്തായിരുന്നു? കേരളത്തില് ഒരുപാട് സർക്കസ് കമ്പനികളുണ്ട്, ഒരു 20-30 സർക്കസ് കമ്പനികളുണ്ട്, പക്ഷെ ഒരൊറ്റ അക്കാഡമി ഇല്ല. സർക്കസ് അക്കാഡമി ഇവിടെ തുടങ്ങി കേരളത്തിൽ, പക്ഷെ അത് 1-2 കൊല്ലം മുമ്പ് തന്നെ പൂട്ടി, അത് നടക്കാൻ ധർമ്മടത്ത്. പറ്റൂല എന്ന് പറഞ്ഞ് അത് നിർത്തിവെച്ചു. ആകെ തുടങ്ങിയ ഒരു അക്കാഡമി ആയിരുന്നു അത്. പിന്നീട് അക്കാഡമിന്റെ കാര്യങ്ങളൊന്നും അതിന്റെ ഒരു വിധത്തിൽ നടന്നിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇവിടുത്തെ മേധാവിയോട് സംസാരിച്ച് എന്നോട് പറഞ്ഞു, ഹരി തലശ്ശേരി സർക്കസിന്റെ ഈറ്റിലും ഇവിടുത്തെ അക്രോബാറ്റിക് ടാലന്റിനെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സെന്റർ തുടങ്ങിയത്. പക്ഷെ വിചാരിച്ച അത്ര നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഒരു ദുഃഖം അയാളും എന്നോട് പങ്കുവച്ചിരുന്നു. സവിത സിംഗ് എന്നോട് പറഞ്ഞു, ഹരി ഇത്യോപ്യയിൽ ഒരൊറ്റ സർക്കസ് കമ്പനി ഇല്ല, എന്നാൽ അക്കാഡമി ഉണ്ട്, അവിടെ ഒരുപാട് അക്കാഡമികളുണ്ട്. ഞാൻ മിഞ്ഞാന്ന് ഇവിടുത്തെ ഹുസൈൻ എന്ന് പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഇത്യോപ്യൻ ആർട്ടിസ്റ്റോട് സംസാരിച്ചാണ് പറഞ്ഞു, ഗവൺമെന്റ് തലത്തില് അക്കാഡമീസ് ഉണ്ട് അവിടെ ഇത്യോപ്യയിൽ. നിങ്ങൾക്ക് ഇവിടെ എത്ര കലാകാരന്മാരുണ്ട് ഇപ്പൊ മൊത്തം? ഇത്യോപ്യന്റെ കലാകാരന്മാർ 9 പേരാണ്. മൊത്തം എത്ര പേരുണ്ട് ഇപ്പോ? മൊത്തം ഇപ്പൊ ഒരു 100-ന് താഴെ ഉണ്ടാവും. 100-ന് താഴെ. അത് ഏതൊക്കെ രാജ്യത്തു നിന്നുള്ളവരാണ്? പരമാവധി ഉള്ളത് ഇന്ത്യക്കാർ തന്നെയാണ്. ബാക്കി ഇത്യോപ്യക്കാരെ മാത്രമേ ഉള്ളൂ 9 പേര്. ഇപ്പൊ ബാക്കി എത്ര എല്ലാവരും ഐറ്റം ഉണ്ട് ശരിക്കും? ഒരു ഷോയില് നമ്മൾ പൊതുവെ ഒരു 30 ഇനങ്ങൾ എത്ര ഉണ്ടാവും. മണിക്കൂറായി ഇപ്പൊ ഒരു ഷോ? 2 മണിക്കൂർ 10 മിനിറ്റ്, 2 ആസ്വാദകർ ഇപ്പൊ മണിക്കൂർ. എത്താറുണ്ടോ? എങ്ങനെയുണ്ട്? പൊതുവെ നല്ല പ്രതികരണം ഇവിടെ കണ്ണൂർ ലഭിച്ചത്. കാരണം ഈ ഏത് എന്റർടൈൻമെന്റ് ബിസിനസ് നമ്മൾ നോക്കുവാണെങ്കിലും വീക്കെൻഡ് ആണ് അവരെ മെയിൻ Crowd. ബിസിനസ്, മെയിൻ ക്രൗഡ്. കാരണം ഈ സർക്കസ് എന്ന് പറയുന്ന ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അപ്പം കുട്ടികളെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് എല്ലാവരും വീക്കെൻഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഹോളിഡേസിനും വരാറുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ ആഴ്ച ഹൗസ്ഫുൾ എന്ന ബോർഡ് ഞാൻ ഗേറ്റുമ്പോൾ കണ്ടപാട് എനിക്ക് വളരെയധികം സന്തോഷം. ഒരു അന്നെന്റെ പെരുന്നാളും കൂടിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഇതൊരു നല്ലൊരു കോയിൻസിഡൻസ് ആയി. കാരണം എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് സർക്കസിന്റെ ഒരു തിരിച്ചുവരവാണ്. കാരണം അധിക സ്ഥലത്തും നമ്മൾ കാണുന്ന ഒരേ ഒരു പരാതിയാണ്, നമ്മൾ ആൾക്കാരില്ല, സർക്കസ് കാണാൻ ആൾ വരുന്നില്ല. പക്ഷെ ആ ഹൗസ്ഫുള്ളായി നിറഞ്ഞ് ഓഡിയൻസ് കണ്ടിട്ട് എൻ്റെ കസിനായ സഞ്ജീവനും വളരെയധികം സന്തോഷം ഉണ്ടായി അന്ന്. കാരണം ഫുൾ ക്രൗഡ് ഫുള്ളാണ്, ജനങ്ങൾ നിറഞ്ഞ് സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് പല ഇനങ്ങൾ ഇവിടെ ഉണ്ടായ, ചില എടുത്തു പറയാൻ പറ്റിയ ഇനങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഒരു മീനിന്റെ ഒരു ഇനം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇതെന്തോ അത്ഭുതമാണ്. വന്യമൃഗങ്ങള് പോയിട്ട് മത്സ്യങ്ങളൊക്കെ ആയി വരാൻ തുടങ്ങി അല്ലെ? തിരിച്ചു വരാം. ബേബി, എങ്ങനെയുണ്ട് സർക്കസിലെ പൊതുവെയുള്ള ജീവിതം ഇപ്പോ? സർക്കസിൽ അത് തന്നെയാണ് ഇപ്പൊ എന്റെ ഹോസ്റ്റലില് എന്റെ വീട്ടിന്റെ അവിടെ ആർക്കും അറിയില്ല ഞാൻ സർക്കസിലെ പണിയെടുക്കുന്നത്. എന്താ എന്ന് വെച്ചാല് നമ്മൾ അങ്ങനെ നല്ലത് തോന്നൂല. നമ്മൾ സർക്കസിൽ പണിയെടുക്കുന്നതിന് മോശമായിട്ടാണ് അവര് പെരുമാറുന്നത്. എന്ന് വെച്ചാല് സർക്കസ് നമ്മള് ചെയ്യുന്നത് നമ്മള് കഷ്ടം, അത് നമ്മളെ ടാലന്റ് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാല് അവര് എന്താ വെച്ചാല് നമ്മളെ തെറ്റായിട്ടാണ് കാണുന്നത്. ഇവര് സർക്കസിൽ ചെറിയ ചെറിയ കുപ്പായിട്ട് ചെയ്യുന്നത്, ഇവരെന്തോ മോശമാണ് ചെയ്യുന്നത് ാണെന്ന് നമ്മളെ വിചാരിക്കുന്നത് അവര്. പക്ഷെ അവര് നമ്മളെ ടാലന്റ് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഒരു ബഹുമാനം നമുക്ക് തരുന്നില്ല. അതൊരു സങ്കടമാണ്. എന്റെ ഹോസ്റ്റലിൽ, എന്റെ മോളെ ഹോസ്റ്റലിൽ ഞാൻ അതന്നെയാ. ഞാൻ തിരുപ്പൂരിൽ പണിയെടുക്കുന്ന പറഞ്ഞിട്ടാണ് ഞാൻ സർക്കസിൽ ഞാൻ പണിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ ബേബിക്ക് അറിയില്ലേ സർക്കസ് ഗുഡ് ആണ്? എനിക്കറിയാം. പക്ഷെങ്കിൽ സർക്കസ് കലാകാരിയാണെന്ന് പറയൂ. എന്താ വെച്ചാല് ബേബി മനസ്സിലാക്കേണ്ടത്, ബേബി എന്താ വെച്ചാല് സാറേ നമുക്ക് സർക്കസ് മനുഷ്യർ വളർന്നു കഴിഞ്ഞു. എന്ന് വെച്ചാല് നമ്മളെ വീട്ടുകാര് അവര് മോശമാക്കിയിട്ടാണ് നമ്മളെ പെരുമാറുന്നത്. അതിനാണ് ഞാനിപ്പോ എന്റെ വീട്ടിലും ആർക്കും അറിയില്ല ഞാൻ സർക്കസ് ആണ് കളിക്കുന്നതെന്ന്. എന്ന് വെച്ചാല് എന്റെ ഹോസ്റ്റലിൽ വരെ എന്റെ മോള് പഠിക്കുന്ന അവിടെ വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സർക്കസിലെ പണിയെടുക്കുന്നത്. പറയണം ബേബി, ഞാനൊരു സർക്കസ് കലാകാരിയാണ്, ഞാൻ സിനിമാ നടനും
നാടക അല്ല അവരൊക്കെല്ലാം സാറേ നല്ല ബഹുമാനം കിട്ടുന്നത്. പക്ഷെ നമ്മക്ക് നമ്മള് ഇത് ശരിക്കുമായിട്ട് നമ്മൾ കാണിക്കുന്നത് നമുക്കൊരു ബഹുമാനം നമുക്ക് കിട്ടുന്നില്ലല്ലോ ആരോടും. ഇത്രയും കാലം ഇത്രയും കാലം നമ്മൾ ജീവിച്ച് അത് നമുക്ക് ഇവിടെ മാത്രം നമുക്ക് അറിയാം. പക്ഷെ പുറത്ത് നമ്മളെ കൊണ്ട് ആരും നല്ലത് പറയുന്നില്ലല്ലേ. നമുക്കൊരു നല്ല ഒരു ഇത് നമുക്ക് നമ്മൾ ആർട്ടിസ്റ്റാണ്, നമ്മൾ പുറത്തു പോയാൽ എല്ലാരും എന്താ പറയാ, ഇത് സർക്കസുകാരല്ലേ എല്ലാരും നോക്കി നമ്മളെ ചിരിക്കുക ചെയ്യാ. നമുക്കൊരു ബഹുമാനം നമുക്ക് തരൂല. എന്നുവെച്ചാൽ അതെല്ലാം നമ്മൾ കണ്ടാല് നമുക്ക് വിഷമം. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാല് എന്തായാലും നമ്മൾ വീട്ടിൽ നടത്തിക്കാറ് നമ്മൾ ഇത് ചെയ്യണ്ടേ, എന്തായാലും പണി എവിടെയെങ്കിലും എടുക്കണോ എന്നുവെച്ചാല് അതിനാണ് നമ്മൾ ഇങ്ങനെ വന്നത്. നല്ലതുമാണ്, നമുക്ക് ഒരു ബഹുമാനം കിട്ടുന്നില്ല, അതൊരു നമുക്ക് സങ്കടവും ഉണ്ട്. അതാണ്. അപ്പൊ ഈ തുടക്കകാലത്തുള്ളതിനേക്കാൾ ഒത്തിരി മാറ്റം ഉണ്ടായില്ല ഇപ്പൊ? മാറ്റം ഇല്ല സാർ, അങ്ങനെ ഒന്നുമില്ല, മാറ്റം വരുന്നേ ഇല്ല. സർക്കസ് കൂട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാരും മോശമായിട്ടാണ് നമ്മളടുത്ത് ഇവര് സർക്കസ് പോയിട്ട് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ ഒരു കല അവര് നോക്കിയിട്ട് നമ്മളെ ഒരു ബഹുമാനം നമുക്ക് തരുന്നില്ല. അതാണ് പ്രശ്നം. സങ്കടം കുറെ തോന്നൂല. നമ്മൾ ഇത്ര ശരിക്കും സിനിമയിലെല്ലാം എന്താ വെച്ചാൽ ചെറിയ ഡ്രസ്സ് ഇട്ടത് അവരെന്താ വെച്ചാല് സിനിമത്തെ കാലത്ത് എന്നാലും പിന്നെയും ബഹുമാനം കൊടുക്കും. പക്ഷെ നമുക്ക് അത് കിട്ടുന്നില്ല. പിന്നെ നമുക്കത് തരുന്നില്ല. പ്രശ്നം നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് ആൾക്കാര് നമ്മള് ശരിക്കുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. പ്രശ്നം തന്നെയാ സാറേ. മനസ്സല്ല നമ്മളെ ഒരു ആർട്ടിസ്റ്റ് പോലെ നോക്കിയാലല്ലേ നമുക്കൊരു ഇത് ഉണ്ടാവും. കലാകാരിയാണ്, എന്നെയും അങ്ങനെ നോക്കണം. സർക്കസിന്റെ പെൻഷനൊക്കെ ഇല്ലേ, അത്തരം സ്കീമിലെല്ലാം ചേർന്നിട്ടുണ്ടോ? പെൻഷനിൽ ചന്ദ്രട്ടനോട് നിൽക്കുമ്പോ ചേർന്നിനു, പിന്നെ അത് കിട്ടിയിട്ടില്ല. അതെന്തല്ലോ എനിക്കിതില് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഇവരെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. റഷ്യൻ ആർട്ടിസ്റ്റ് ഉള്ളവർ എന്നോട് പറഞ്ഞു, ഹരി നമുക്ക് ഏറ്റവും വലിയ പ്രധാനം വെച്ചാൽ ഗവൺമെന്റ് ഈ സർക്കസിനെ അംഗീകരിച്ചിട്ട് നമുക്ക് വലിയൊരു തുക പെൻഷൻ കിട്ടുന്നുണ്ട്. വലിയ തുക, ചെറിയ തുകയല്ല, വലിയ തുക പെൻഷൻ കിട്ടുന്നുണ്ട്. മാത്രല്ല നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളായാലും ഞാനായാലും ഇവരായാലും ആരായാലും പണമാണ് ഏറ്റവും വലിയ ബഹുമതി, പണമാണ് ഏറ്റവും വലിയ അഹങ്കാരം, പണമാണ് ഏറ്റവും വലിയ സമ്മാനം. അപ്പൊ ഇന്ന് പിണറായിന്റെ നേതൃത്വത്തിൽ, നമ്മളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നല്ലോ ഈ പെൻഷന്റെ കാര്യം എടുത്തത്. അപ്പൊ അതില് നമ്മള് വലിയൊരു സംഭവം തന്നെ പറയണം. കാരണം അത് ഇവർ ചെയ്ത് വലിയൊരു കാര്യമാണ്. കാരണം പഴയ എത്രയോ സർക്കസ് കലാകാരന്മാർ എനിക്കറിയാം, പ്രായമായവര് ഈ ഒരു പെൻഷന് കാത്തു നിൽക്കും, ഈ മാസം എനിക്ക് ഇത്ര പൈസ കിട്ടാൻ. കാരണം അവര് അതിനെ കൊണ്ട് അറ്റ്ലീസ്റ്റ് അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. കേരള ഗവൺമെന്റ് गाना पाटू पाडो। जीना यहाँ मरना यहाँ, इसके बिना जाना कहाँ, सिवा जाना कहाँ। सब लोग मिलके जाओ, सब लोग मिलके गाओ। जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ, सब लोग. നമ്മുടെ സമയം തീരുകയാണ്. ഞാൻ ഈ സർക്കസിൽ ഒരു ഷൂട്ടിന് വരുമ്പോൾ ഞാൻ ഈ ഒരു നല്ല സന്തോഷത്തിലാണ് വന്നത്. പക്ഷേ ഈ ബേബി പറഞ്ഞെടുത്ത് ഒരു സങ്കടം, ബേബി പറഞ്ഞ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കലാകാരിയെ, നിങ്ങൾ സിനിമയിലെ കലാകാരന്മാരെയും കലാകാരികളെ അംഗീകരിക്കുന്നുണ്ട്. ഇത് മറയില്ലാതെ സിനിമയിൽ ചില മാജിക്കുകളൊക്കെ ആളുകൾ കാണിക്കും. അതിനകത്ത് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ AI ഉപയോഗിച്ചിട്ട് ചാടുന്നതും ആടുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സർക്കസ് തമ്പിനുള്ളിൽ പച്ചയായ മനുഷ്യർ, പച്ചയായ കലയാണ് അവതരിപ്പിക്കുന്നത്. അതിനകത്ത് മായമില്ല, മാജിക്കില്ല. അങ്ങനെ ഈ കലാകാരന്മാരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇനിയും നമുക്ക് വന്നിട്ടില്ല എന്ന ഒരാശങ്ക ബേബി ഉൾപ്പെടെയുള്ള കലാകാരന്മാർ പങ്കുവെക്കുന്നു. നമ്മളിവരെ മനസ്സിലാക്കണം. പതിറ്റാണ്ടുകളായി 105 വർഷം പഴക്കമുണ്ട് ഈ സർക്കസിന്. ഈ കലാകാരന്മാർ നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ കലയെ അംഗീകരിക്കാനുള്ള നമ്മുടെ മനസ്സ് നമുക്കുണ്ടാകണം. പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. നിങ്ങൾ 4 പേർക്കും നെറഗയുടെ നന്ദി, നമസ്കാരം.